ബീഫിന് നല്ലൊരു നാക്ക് കിട്ടിയിട്ടുണ്ട്. കാണുന്ന പോലെയല്ല, നല്ല പ്രോട്ടീനും അതേപോലെ തന്നെ വിറ്റാമിൻ B12 അങ്ങനെ ഒരുപാട് സാധനമുള്ള ഒരു അടിപൊളി ഐറ്റമാണിത്. ഈ കിടക്കുന്ന ഈ സാധനത്തെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലോ. കുക്ക് ചെയ്യാൻ പാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് നാക്ക്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 കപ്പ് വെള്ളം, ഇത്രയും ചേർത്ത് ഒരു 40-45 മിനിറ്റ് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ഇനിയിപ്പോൾ പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യണമെങ്കിൽ ഒരു 4 വിസിലോളം വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ തൊണ്ടെല്ലാം പതിയെ പറിച്ചെടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും സ്ലോ കുക്കിങ്ങാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ 40-45 മിനിറ്റ് ആയിട്ട് കാണും. നന്നായിട്ട് വെന്ത് കിട്ടിയാൽ പിന്നെ പണി വളരെ എളുപ്പമാണ്. പതിയെ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ട് മുഴുവൻ പറഞ്ഞു പോരും. തൊണ്ടറിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതേപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതല്ല നിങ്ങൾക്ക് ചെറിയ പീസാക്കണമെങ്കിൽ ചെറിയ പീസാക്കി വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ലൈക്ക് ഓൾവേസ് പാൻ എടുപ്പത്ത് വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കറിവേപ്പില, 150 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത്. ചെറിയ ഉള്ളി ഉപയോഗിക്കുന്ന അത് നന്നാവുക. സവാള എണ്ണക്കാനും 150 ഗ്രാം ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്. പെട്ടെന്ന് വേവിച്ച് പണി തീർക്കണം തോന്നും, ചെയ്യരുത്. നന്നായിട്ട് വെയിറ്റ് ചെയ്യുക. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. സവാള വെന്തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ചുകൂടി നല്ല ബ്രൗൺ വേണമെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ചേർക്കുക. ഞാൻ എന്തായാലും അത്ര കരിയിച്ചെടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ചേർക്കുന്നത്. ചെറുള്ളി ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി, 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, ചേർത്ത വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയെല്ലാം പച്ചമണം മാറി വന്ന അതിലേക്ക് ചെറിയൊരു തക്കാളി ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തത്, തക്കാളി സോഫ്റ്റായിട്ട് വന്ന അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 3/4 ടീസ്പൂൺ ഗരം മസാല, സാധാ മീറ്റിലല്ല യൂസ് ചെയ്യുന്ന വീട്ടിലുണ്ടാക്കുന്ന മിക്സ് ചെയ്ത മസാലയാണ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ബീഫിൻ്റെ നാക്ക് ചേർത്ത് കൊടുക്കുക. മീറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഇതൊന്ന് മസാല നല്ല കോട്ടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിക്കാവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. വെള്ളം വറ്റി ഡ്രൈ ആയി തുടങ്ങി ഇതിൻ്റെ മുകളിലേക്ക് 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫിൻ്റെ ടങ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ പോലെയല്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോയും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയും അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.